പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെറുകോട് എന്ന ഗ്രാമത്തിൽ പുളിയംകുരിശി ശ്രീ വരാഹമൂർത്തി ക്ഷേത്ര ദർശനത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. ചെറുകോട് നമ്മുടെ ഉണ്ണിമാമ പറഞ്ഞാണ് നമ്മൾ പുളിയംകുരിശി ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത്. നമ്മളെപ്പോഴും അധികം തിരക്കില്ലാത്ത അമ്പലങ്ങൾ ദർശനം കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് സമാധാനമായിട്ട് ആ ഒരു പീസ്ഫുൾനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ, അത് വിചാരിച്ചിട്ട് അങ്ങനെ താല്പര്യമുള്ള എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്, അമ്പലമാണ്. കിഴക്കോട്ട് ദർശനമായിട്ട് ഭൂമിദേവി സാന്നിധ്യത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന വരാഹമൂർത്തി അമ്പലമാണ്. ഗ്രാമത്തിൻ്റെ ഭംഗി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ശാന്തിയോടെ സമാധാനത്തോടെ നിലകൊള്ളുന്ന ഒരു അമ്പലമായിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത്. ഞങ്ങളൊരു സന്ധ്യാസമയത്താണ് കേട്ടോ പോയത്. നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് അവിടെ ചെന്നപ്പോൾ ഉണ്ടായത്. ഭൂമി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിന് പറ്റിയ പല വഴിപാടുകളൊക്കെ അവിടെ ചെയ്യാം എന്നുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ കണ്ടു. നമ്മളെന്തായാലും ആ അമ്പലം ഒന്ന് കാണുക, അതിൻ്റെ ഒരു പീസ്ഫുൾനെസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് വിചാരിച്ചാണ് നമ്മൾ പോയത്. അതെന്തായാലും നമുക്ക് നടന്നിട്ടുണ്ട്. സന്ധ്യാസമയത്ത് ചെന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് അവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് നമ്മളെ കാത്തിരിക്കുന്ന മൂർത്തിയെ പോലെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ. നമ്മളെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു മൂർത്തി ഭാവത്തിലിരിക്കുന്നത് പോലെ തോന്നി. ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും തൊഴുകയും കുറച്ച് നേരം അവിടുത്തെ നല്ല ഫ്രഷ് എയർ ശ്വസിക്കുകയൊക്കെ ചെയ്തു. നാട്ടുകാരുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഉയർന്നു വരുന്ന ഒരു അമ്പലം, അതാണ് എനിക്ക് അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ആ നാടിൻ്റെ ഒരുമയും അവിടുത്തെ ആൾക്കാരുടെ ഒരു ടുഗദർനെസ്സൊക്കെ നമുക്ക് മനസ്സിലാവും. ഉണ്ണിമാമ അറിഞ്ഞിരുന്നു. അടുത്താണ്, റീസെൻ്റ് ആയിട്ടാണ് അവിടുത്തെ പ്രതിഷ്ഠാ ദിനമൊക്കെ നടന്നതെന്നും അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നടന്നു എന്നൊക്കെ അവിടെ ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണിച്ച് ഇപ്പോൾ അത് എത്രത്തോളം അവർ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ ഏറ്റവും ശാന്തിയോടെ സമാധാനത്തോടെ നിങ്ങൾക്ക് വരാഹമൂർത്തിയെ തൊഴണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെറുകോട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ പുളിയംകുരിശി ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം. ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഞങ്ങൾ ഉണ്ണിമാമയെ കണ്ടു. മാമയോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു, കുറേ കഥകൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുക. അപ്പോൾ തിരക്കില്ലാത്ത അമ്പലങ്ങൾ, വളരെ റഷുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ വരാം. പിന്നെ വരാഹമൂർത്തി ക്ഷേത്രങ്ങൾ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു, മറ്റ് പ്രതിഷ്ഠകളെ പോലെയല്ല തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വരാഹമൂർത്തി പ്രതിഷ്ഠയുള്ള ഒരു അമ്പലം കാണുന്നതും അവിടെ പോകുന്നതും. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ കഥകളിലൊക്കെ മഹാവിഷ്ണുവിൻ്റെ പല അവതാരങ്ങൾ, 10 അവതാരങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ അവതാരങ്ങളൊക്കെ ഉള്ള അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി കാണണം എന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അതിന് തൊട്ടപ്പുറത്ത് തന്നെ അയ്യപ്പ സാന്നിധ്യം ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ വന്ന് വരാഹമൂർത്തിയുടെ അനുഗ്രഹം തേടാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.